ഇന്ന് റെസിപ്പികളൊന്നും അല്ല അപ്ലോഡ് ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട്, അത് സൺഡേ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു. എന്നും എന്താ പറയുക, അമ്പല ദർശനമൊന്നും അല്ല എന്ന് പറയണ്ട, ഞങ്ങൾ ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടുത്തെ ഷോപ്സുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നവരാത്രിയൊക്കെ ആയതുകൊണ്ടിട്ട് നല്ല തിരക്കുകളാണ് കേട്ടോ. ഇതിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. തിരക്കുള്ള സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ ഇതാ സൈഡിലൊക്കെ നല്ല എന്താ പറയുക തിരക്കാണ്, റോഡും സൈഡും എല്ലാം. അപ്പോൾ നമ്മൾ മന്ദിറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ എൻ്റെ മെയിൻ ഗേറ്റാണ്, ഗേറ്റ് 1 ആണ് ഈ കാണുന്നത്. ആ കാണുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള അക്ഷർധാം എന്നാണ് ആ മന്ദിറിൻ്റെ പേര് കേട്ടോ. അതായത് അമ്പലം. നമ്മളുടെ മന്ദിർ എന്ന് പറയുന്നത് ഹിന്ദിയിലാണ്. ഇതാ കണ്ടില്ലേ, എൻ്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അക്ഷർധാം മന്ദിർ ജയ്പൂർ. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള എന്ത് ഭംഗിയാണെന്ന് പറയാം. ഇതുപോലൊരു ക്ഷേത്രം എനിക്കൊന്ന് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല, അവിടെ ചെല്ലുമ്പോൾ തന്നെ ചുറ്റുമൊക്കെ നല്ല ഗാർഡനൊക്കെയാണ് കേട്ടോ, നല്ല പച്ചപ്പാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ അക്ഷർധാം മന്ദിർ. വളരെ ഫേമസ് ആണ്. വൈശാലി നഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായിട്ടൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. വളരെ ഒരുപാട് ടൂറിസ്റ്റുകളാണ് കൂടുതലും വരുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി. ഇത് നമ്മൾ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി മുകളിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇത് സ്വാമി നാരായണൻ, നമ്മുടെ വിഷ്ണു ഭഗവാനെ സങ്കല്പിച്ചാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഭോജസൻവാസിയായ ശ്രീ അക്ഷര പുരുഷോത്തമൻ, അദ്ദേഹത്തിൻ്റെ പേരും സ്വാമി നാരായണൻ എന്നാണ്. അദ്ദേഹമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാ നമ്മളകത്തേക്ക് കയറുകയാണ്. ഇതാ കണ്ടില്ലേ, എൻ്റെ ശില്പങ്ങളും കൊത്തുപണികളൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം. അതാ കണ്ടില്ലേ, എൻ്റെ ആ കൊത്തുപണികളൊക്കെ, വാസ്തുവിദ്യയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണെന്നറിയാം. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് അതിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടുന്നത്. നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഇതാണ്. ഭയങ്കര എനിക്കങ്ങ് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുത്ത അവിടുത്തെ ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെ. ചുവരുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ഭംഗിയാണെന്നറിയോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല. ഇനി ഞാൻ പോകാത്തതാണോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് പോയ കൂട്ടത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, നല്ല കൊത്തുപണികളൊക്കെയാണ്, വളരെ മനോഹരമായിട്ടുള്ള, അതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഈ കൊത്തുപണികളൊക്കെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ തൂണുകളും ഒക്കെ വളരെ ശില്പങ്ങളൊക്കെ കൊണ്ടിട്ടും, പിന്നെ ഓരോ ഭഗവാന്റെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ കണ്ടില്ലേ, മൂർത്തിയാണ്, അകത്തിരിക്കുന്ന മൂർത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, മനോഹരമായ വാസ്തുവിദ്യയാണ്. പിന്നെ ഹരിമണ്ഡപത്തിലെ സ്വാമിയുടെ 7 അടി സ്വർണ്ണ ഇലകളുള്ള മൂർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പ്രതിമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളിയും സ്വർണ്ണവും ഒക്കെ കൊണ്ടിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, 7 അടി ഉയരമുണ്ട്. ഇതാ കാണിച്ചു തരാം, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അവിടെ ക്യാമറ എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലെ കൂട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. അതുകൊണ്ടിട്ട് എനിക്ക് സൗകര്യമായിട്ട് ക്യാമറയൊക്കെ എടുക്കാൻ. സ്വാമി നാരായൺജിയാണ് ഇരിക്കുന്നത്, അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് ഗണപതിയുടെയും കൃഷ്ണൻ്റെയും ശിവപാർവതിയുടെയും ഒക്കെ പ്രതിമകളുണ്ട് കേട്ടോ. ചെറിയ 2 ദേവാലയങ്ങളോട് അപ്പുറം ഇപ്പുറമായിട്ടുണ്ട്. ചുവരുകളൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതാ കണ്ടില്ലേ, നമ്മുടെ വിഷ്ണു ഭഗവാനെയാണ് സങ്കല്പിച്ച് നിർത്തിയിരിക്കുന്നത് കേട്ടോ. മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാസ്തുവിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി, ഒന്നും പറയണ്ട, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് നല്ല ഒരു ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് നല്ല കൊത്തുപണി. ഇതിൽ ചെന്നിട്ടേ നമ്മൾ ചെവിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു തരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാരൊക്കെ ചെന്നിട്ട് അതിൻ്റെ ചെവിയിൽ ചെന്ന് ഇങ്ങനെ ഓരോന്ന് പറയേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റുമുള്ള കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്ന കൊത്തുപണികളും പിന്നെന്താ പറയുക, പ്രതിമകളൊക്കെ ഉണ്ട്, മന്ത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരു ശാന്തത, വളരെ ഒരു പോസിറ്റീവായിട്ടൊരു വൈബ് അവിടെ ചെല്ലുമ്പോൾ തന്നെ. എനിക്ക് കൂടുതലായിട്ട് അവിടുത്തെ വാസ്തുവിദ്യയാണ് ഇഷ്ടപ്പെട്ടത്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ചുറ്റുമാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. കുഞ്ഞിടെല്ലാം കിടന്നിങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കും. കുട്ടികൾക്കൊക്കെ നല്ല വിശാലമായിട്ട് ഓടിക്കളിക്കാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, എന്തോ ഒരു കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. എത്ര നാളത്തെ പണികളൊക്കെ ആയിരിക്കും ഇതൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് വിനോദസഞ്ചാരികളാണ്. അവിടെ കുറേ ആൾക്കാരിന്ന് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. നാരായണ മന്ത്രമാണ്, വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുകയാണ് ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ
ക്യാമറ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. കണ്ടില്ലേ, മന്ത്രം ജപിക്കുന്നതൊക്കെ ശബ്ദമാണ് ആ കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുത്ത് ഇടണമെന്ന് തോന്നി. ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന അവസരങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളതൊക്കെ എടുത്തിട്ട് ഇടുമ്പോൾ മറ്റുള്ള കാണാൻ പറ്റാത്തവർ കൂടെ കാണാനുള്ളൊരു അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, ആ ക്ഷേത്രവും അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കിത് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് അതിൻ്റെ ചുറ്റും കാണാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊന്നും അല്ല. നാലമ്പലമൊക്കെ ചുറ്റുപാടൊക്കെ മണ്ണൊക്കെ അല്ലേ, ഇത് മൊത്തം മാർബിളിലാണ്. നീറ്റ് ആൻഡ് ക്ലിയറാണ്. അത് എടുത്ത് പറയുന്നത് ഒരു അഴുക്കോ പൊടിയോ ഒന്നുമില്ല. എന്തുമാത്രം ആൾക്കാർ വന്നു പോകുന്നത്. പക്ഷേ എന്ത് ക്ലീനാണ് പറയുന്നത്. ജയ്പൂരിൽ സത്യം പറഞ്ഞാൽ ഇത് വൈശാലി നഗരം. പിന്നെ ആ പ്ലേസ് കറക്റ്റായിട്ട് നമ്മൾ ചിട്ടകൂടം എന്നാണ് അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞത്. പിന്നെ അവിടെ എൻ്റെ പ്രോഗ്രാം നടക്കണം. ഞാൻ പറഞ്ഞില്ല, മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വഴിയാണ് കാണാൻ എന്ത് അവിടെ ഇങ്ങോട്ട് കാണാൻ വേണ്ടി പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ നാട്ടിലൊക്കെ പ്രഭാഷണമൊക്കെ നടക്കുന്ന പോലെ ഈ സ്വാമിജി എന്നോട് പ്രഭാഷണം അതിനെ പറഞ്ഞതിന് മുൻപിലായിട്ട് ജലധാരയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ സ്വാമി നാരായൺജി എല്ലാം ഇത് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളാണ് കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പൂന്തോട്ടവും അതിനോടൊപ്പം തന്നെ ജലധാരയൊക്കെ ആണെങ്കിൽ അത് ഒരു പ്രത്യേകത. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്ത് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെല്ലുമ്പോൾ തന്നെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, അവരെന്തോ പ്രോഗ്രാം നടത്തുകയാണ്. കുറേ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറല്ലേ, ആ തലത്തിലൊക്കെ തുണിയൊക്കെ ഇട്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളവിടെ സത്യം പറഞ്ഞ് ഞാനൊരു ചുരിദാറെന്തോണ് ഇരിക്കുന്നത്. അത് കടയിൽ ഷോളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങളടക്കം കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ബെഡാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കറയും നിരത്തൊന്നും അല്ല, ബെഡാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് പ്രവാസം നടക്കുകയാണ്. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് മുന്നിട്ടിങ്ങ് പോകുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ടൊരു അമ്പലമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരാനുള്ള അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരിക. ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. കണ്ടില്ലേ, ഞങ്ങൾ വീണ്ടും ഞാൻ ആ അമ്പലം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ തിരിച്ച് പോവുകയാണ്. അവിടെ പ്രോഗ്രാം തീർന്നിട്ടില്ല എങ്കിലും ഞങ്ങളിങ്ങ് ഇറങ്ങി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.